ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്മാർട്ട് ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ മഴക്കാലമാണ്. നമ്മൾ പുറത്തോട്ടൊക്കെ പോകാൻ നേരത്ത് റെയിൻകോട്ടൊക്കെ ധരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന ഒരു റെയിൻകോട്ട് ഉണ്ടാക്കിയാലോ? ഇന്നത്തെ വീഡിയോയിൽ അതാണ് പരിചയപ്പെടുന്നത്. അതായത് നമ്മുടെ വീട്ടിലുള്ള 50 പൈസ കവറുകൾ ഉപയോഗിച്ച് നമുക്ക് റെയിൻകോട്ട് ഉണ്ടാക്കാം. അതിനു മുമ്പിട്ട് എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വലത്തെടുത്താകുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെയിൻകോട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് 50 പൈസ കവറുകളാണ്. നമുക്ക് വീട്ടിലെല്ലാം നിസ്സാരമായിട്ട് കളയുന്ന ഒരു കാര്യമാണിത്. ഇപ്പോൾ ഇതിന് 50 പൈസ അല്ല, 1 രൂപ 2 രൂപയോളം വിലയുണ്ട്. അപ്പോൾ നമുക്ക് ഏത് കളറിലുള്ള റെയിൻകോട്ടാണ് ഉണ്ടാക്കേണ്ടത് ആ കളറിലുള്ള കവറുകൾ എടുക്കാം. ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ടോപ്പ് ഭാഗവും അതിൻ്റെ ബോട്ടം ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനായിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം. ഇത്തരത്തിൽ കട്ട് ചെയ്ത 2 കവറുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ കവറുകളൊക്കെ ഒന്ന് നോക്കുമ്പോൾ നമുക്കിത് കുറച്ചുകൂടി വലിയൊരു കവറായിട്ട് ഇത് മാറും. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ കവറുകൾ യോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ റെയിൻകോട്ടിൻ്റെ ബോഡി പാർട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 2 കവറുകൾ യോജിപ്പിച്ചാൽ മാത്രമേ അത്ര വലിപ്പത്തിലുള്ള ഒരു പാർട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇത് ഉരുക്കി ചേർക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ഈ ഇടയ്ക്ക് പേപ്പർ വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പർ വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അയൺ ബോക്സ് ഉപയോഗിച്ച് ഉരുക്കുന്ന സമയത്ത് ഈ അകത്തുള്ള പാർട്ടും കൂടി ഉരുകി ഇത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പേപ്പർ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലും പേപ്പർ വെച്ച് നമുക്ക് അയൺ ബോക്സ് വെച്ച് ഒന്ന് ഉരുക്കാം. ഈ കവറിന് മുകളിലും പേപ്പർ വെച്ചതിന് ശേഷമേ അയൺ ബോക്സ് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് അകത്തുള്ള പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പം നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അയൺ ബോക്സിൻ്റെ പവർ അനുസരിച്ച് അതിൻ്റെ ബാക്ക് സൈഡ് ഒട്ടാൻ സാധ്യതയുണ്ട്. ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് സൈഡും ഇതേ കണക്ക് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഷർട്ട് വെച്ചതിൻ്റെ അളവെടുക്കണം. അപ്പോൾ കൂടുതൽ നല്ലത് നമ്മുടെ ടീഷർട്ട്, അതായത് ഫുൾ കൈ ടീഷർട്ട് ഉണ്ടെങ്കിൽ ആ ടീഷർട്ട് ഉപയോഗിച്ച് അളവെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഇങ്ങനെ കറക്റ്റ് അളവെടുത്തിട്ട് കട്ട് ചെയ്യാം. കുറച്ച് കൂടി ഇരുന്നാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. ഇത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് മടക്കുക. കറക്റ്റായിട്ട് മടക്കിയ ശേഷം നമ്മുടെ ടീഷർട്ട് ഒന്ന് എടുത്ത് വെച്ച് അതിൻ്റെ സ്ലീവിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ കോളർ ഒന്ന് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ റൗണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ റൗണ്ടഡ് ഷേപ്പിലുള്ള ഒരു കോളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയല്ല റെയിൻകോട്ടിന് കോളർ വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഊഹത്തിനൊന്ന് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ വരച്ച് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഉണ്ടാക്കേണ്ടത് ഇതിൻ്റെ 2 ഭാഗത്തും വരേണ്ട സ്ലീവാണ്. നമ്മുടെ കൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു കവർ കൂടി എടുത്തതിന് ശേഷം ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇത് നമുക്ക് നടുക്കൂടെ ഒന്ന് മടക്കാം. കറക്റ്റായിട്ട് മടക്കിയ ശേഷം ഇത് നടുക്കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 സ്ലീവ് ഈ കവറിൽ നിന്ന് തന്നെ എടുക്കാൻ സാധിക്കും. ഇത് നമുക്കൊന്ന് നിവർത്താം. ഇത് എതിർ ദിശയിലേക്ക് ഒന്ന് മടക്കി കറക്റ്റായിട്ട് മടക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു കോണിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഞാൻ കാണിച്ച പോലെ തന്നെ താഴെ ഒരു വര ഇടുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്ലീവ് ലഭിക്കുന്നതാണ്. നമുക്ക് ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ അറ്റത്ത് മാത്രം ഒന്ന് അയൺ ചെയ്യുക. കാരണം ഒരുപാട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈ കയറില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനൊരു സ്ലീവ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സ്ലീവ് നമ്മുടെ ഈ ഷർട്ടിലേക്കൊന്ന് വെച്ച് നമുക്കിത് അയൺ ചെയ്യണം. അതിന് മുമ്പിട്ട് ഇത് ഷർട്ടിലേക്ക് വെച്ച് കറക്റ്റ് പൊസിഷനാക്കിയ ശേഷം ഒന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാർട്ട് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് 2 സെൻറ്റിമീറ്ററോ 3 സെൻറ്റിമീറ്ററോ എക്സ്ട്രാ ആയിട്ട് ഒരു മാർക്ക് കൂടെ ചെയ്യുക. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് അയൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്കേക്ക് നമുക്കൊരു പേപ്പർ കയറ്റണം. അല്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അകത്ത് വെട്ടുന്നതാണ്. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്തൊരു പേപ്പർ വെച്ച് ഒന്ന് അയൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ റെയിൻകോട്ടിൻ്റെ പണി ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് തല നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തൊപ്പിയാണ്. അതിനായിട്ട് നമ്മൾ സിമ്പിളായിട്ടൊരു കവർ എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അറ്റത്തൊരു കർവ് വേണം. കർവ് വന്നതിന് ശേഷം ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പീസ് കിട്ടും. ഇതാണ് നമ്മൾ ഈ ഷർട്ടിൽ പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെ പിടിപ്പിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ഈ തൊപ്പി കറക്റ്റ് സെൻറ്ററാക്കി വെച്ച് ഒന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്ത ശേഷം ഇതിൻ്റെ 2 അറ്റവും ഇങ്ങനെ വളച്ച് വെച്ച് ഫ്രണ്ടിലേക്ക് വെച്ച് ഒന്ന് അയൺ ചെയ്യാം. അപ്പോൾ ഈ അയൺ ചെയ്യുമ്പോഴെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പേപ്പർ വയ്ക്കണം. പേപ്പർ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉരുകി നശിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ റെയിൻകോട്ടിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.